ASR വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അതിന് ഞാൻ ഒരു ഫ്രൈ പാനാണ് കേട്ടോ. അത് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ചട്ടി തന്നെ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 2 വലിയ ഉള്ളി മുറിച്ചിട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. വഴറ്റിയതിന് ശേഷം ഉള്ളി നല്ലപോലെ വഴന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 വലിയ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ മൂടി വെച്ചാൽ പെട്ടെന്ന് തക്കാളി വഴന്ന് കിട്ടും. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 വലിയ കൂട് വെളുത്തുള്ളിയും 1 തുണ്ട് ഇഞ്ചിയും കൂടെ നല്ലപോലെ ചതച്ചതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ ഇടുന്നുണ്ട്. ഇത് ചെറിയ അര സ്പൂണിൻ്റെ ടീസ്പൂണാണ്. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ഇട്ടിരിക്കുന്നത്. നമ്മളിട്ട പൊടികളുടെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴന്നതിന് ശേഷം ഞാനിത് 1/2 കിലോ മട്ടനാണ് കേട്ടോ. മട്ടൻ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത മട്ടനെ ഞാൻ ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ മിക്സാക്കിയിട്ട് ഇനി നമുക്ക് മട്ടൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. മസാലയിൽ കിടന്നിട്ട് മട്ടനൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോഴാണ് ഈ ചോറിലേക്ക് ഇതിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അടച്ച് വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് തുറന്നിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇടുന്നുണ്ട്. അത് രണ്ടും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കണത് ഞാൻ അപ്പുറത്ത് അടുപ്പത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ ഒരുപാട് വൈകി, അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. സാധാ പച്ചവെള്ളം ഒഴിച്ചാലും മതി. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് ഞാൻ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1 കിലോന് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂണ് നാരങ്ങാനീരും ഒഴിക്കുന്നുണ്ട്. ഈ സമയത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ചോറിന്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ആദ്യം തന്നെ അരി അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തത് ജീരകശാല അരിയാണ്. അത് നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് വെള്ളം നല്ലപോലെ പോയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് അരി ഇട്ടിട്ടുണ്ട്. അരി ഇട്ടതിന് ശേഷം ഇനി അടച്ച് വയ്ക്കുക. ഇനി ഇത് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൺ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് നല്ലപോലെ തിളച്ച് ഞാൻ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലത്തെ നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം. ചിലപ്പോൾ ഒരു 5-6 മിനിറ്റിൽ ആവും, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ആവും. അപ്പോൾ ഇതൊരു 6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. തുറന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്താ ഒരു മണം അറിയോ? അടിപൊളി മണമായിരുന്നു. തുറന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ട് കേട്ടോ വറ്റാൻ. നല്ലപോലെ അടിയിലത്തെ അരി മേലേക്കും മേലത്തെ അരി അടിയിലേക്കും ആവുന്ന പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം അരി മുറിയാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിലത്തെ അരി വെന്തിട്ടുണ്ടാവും, മേലത്തെ അരി വെന്തിട്ടുണ്ടാവില്ല. അപ്പം നറുക്കരി പെടും. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ അടി ചേർത്ത് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഇങ്ങനെ ദമ്മിടും പോലെ ആക്കിയിട്ട് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാമെന്നാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മേലെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് വിളമ്പുള്ളൂ. പിന്നെ ഇതിലേക്ക് ഇറച്ചി കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഈ ബീഫിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. അടിപൊളി ബീഫ് റെസിപ്പിയാണ് കേട്ടോ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട്. ബീഫിൻ്റെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റിച്ചിട്ട് നല്ല വരട്ടിയ പോലെ അങ്ങോട്ട് ആക്കിയിട്ട് ചോറിൽ ഇറച്ചിയില്ലാത്ത കാരണം കൊണ്ട് ബീഫ് വരട്ടിയതും ബിരിയാണി ആയിരുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ വീഡിയോ. പിന്നെ വിളമ്പണ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. ഇത്ര നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും